വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും അതിലേക്ക്. ഡേറ്റിന്റെ ഇതൊക്കെ നടക്കുന്നത് 2023 കമ്പനിക്ക് അനുമതി കൊടുക്കുന്നത് 2025 ഒരു മാസം മുമ്പ് അല്ലേ? ഈ മാസം ആകുന്നേ ഉള്ളൂ. ഈ മാസത്തിലാണ്, ജനുവരി. വേറെ അല്ല, രണ്ട് മന്ത്രിമാരുടെയും പ്രസ്താവന, രണ്ട് കേന്ദ്രമന്ത്രിമാരുടെയും പ്രസ്താവനകൾ അപക്വമായ പ്രസ്താവനയാണ്. ഒന്ന് ജോർജ് കുര്യൻ, കേരളം പിന്നോക്കം നിൽക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറയാനാണ് പറയുന്നത്. എന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരാമെന്ന്. ഇവരുടെ കുടുംബത്തിൽ നിന്ന്, തറവാട്ടിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന ഔദാര്യമാണോ സംസ്ഥാനത്തേക്ക് കിട്ടുന്നത്? നമ്മൾ കൊടുക്കുന്ന നികുതി പണത്തിന്റെ ഷെയറല്ലേ നമ്മൾ ചോദിക്കുന്നത്? എല്ലാ സംസ്ഥാനങ്ങൾക്കും അവകാശപ്പെട്ട ഭരണഘടനയിൽ നിഷ്കർഷിച്ചിട്ടുള്ള കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലല്ലേ അതിന്റെ സാമ്പത്തികമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടത്. ഇവരുടെയൊക്കെ ധാരണ ഇവര് ഓരോ സംസ്ഥാനത്തിന് കൊടുക്കുന്ന ഔദാര്യമാണ്. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടം പോലെ കൊടുക്കും, അല്ലാത്തവർക്ക് കൊടുക്കില്ല എന്ന് പറയുന്ന ഒരു സമീപനമാണ്. അതുപോലെ സുരേഷ് ഗോപി ഉന്നത കുലജാതൻ മറ്റേ ട്രൈബൽ അഫയേഴ്സിന്റെ നേതൃത്വം വഹിക്കണം എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രയോഗം എത്ര ഒരു കാലഹരണപ്പെട്ട ഒരു കാര്യമാണ്. ഏത് കാലത്താണ് ഇവരൊക്കെ ജീവിക്കുന്നത്? അപ്പോൾ അവർ രണ്ടുപേരും പറഞ്ഞിരിക്കുന്ന അവരുടെ കേന്ദ്രത്തിന്റെ ആറ്റിറ്റ്യൂഡും BJPയുടെ ഒരു സമീപനവുമാണ്. കേരളത്തോട് പുച്ഛമാണ് അവർക്ക്. അതാണ് കാണിക്കുന്നത്. അല്ല, ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് യാതൊരു സൂചനകളുമില്ല, ഞങ്ങളോട് സംസാരിച്ചിട്ടില്ല. കിഫ്ബി റോഡിലെ ആ ടോള് എന്ന് പറയുന്നത് പ്രായോഗികമായ കാര്യമല്ല ടോൾ ഏർപ്പെടുത്താത്ത. അല്ലെങ്കിൽ തന്നെ ഇഷ്ടംപോലെ ടോൾ ഇവിടെ ഉണ്ട്. ഇനി അനാവശ്യ ടോള് ഏർപ്പെടുത്തി റോഡ് പണിയുമ്പോൾ ടോൾ ഏർപ്പെടുത്തി റോഡ് പണിയൊന്ന് പ്രഖ്യാപിച്ചിട്ട് വേണം. ഇതങ്ങനെയല്ല ചെയ്തിരിക്കും. ആർക്കെതിരെ? അത് അവര് മുകേഷ് തീരുമാനിക്കട്ടെ, അവരുടെ പാർട്ടി തീരുമാനിക്കട്ടെ. രണ്ടാമത്തെ കുറ്റപത്രമാണ്. അദ്ദേഹത്തിനെതിരായിട്ട് എന്ത് നടപടി സ്വീകരിക്കണമെന്ന് അവരുടെ പാർട്ടി തീരുമാനിക്കട്ടെ, അദ്ദേഹം തീരുമാനിക്കട്ടെ, അദ്ദേഹം രാജിവെക്കണോ വേണ്ടേ. അല്ല, റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അത് ചാനലിൽ കാണുന്ന റിപ്പോർട്ടല്ല, ഞാൻ വായിച്ച റിപ്പോർട്ടല്ല ചാനലിൽ കാണുന്നത്. അത് വേറെ റിപ്പോർട്ട്, വേറെ ആരെങ്കിലും തന്ന റിപ്പോർട്ടായിരിക്കും. ഞങ്ങളുടെ റിപ്പോർട്ട് പുറത്തു പോയിട്ടില്ല, ഞങ്ങളുടെ കയ്യിലുണ്ട്. അതൊന്നുമല്ല. അവിടെ പല കാരണങ്ങളുണ്ട് തോൽവിയിൽ. റിപ്പോർട്ട് ഞാൻ വായിച്ചതാണ്, എനിക്കത് വെളിപ്പെടുത്താൻ പറ്റില്ല. കാരണം പാർട്ടിയാണ് വെളിപ്പെടുത്തേണ്ടത്. സംഘടനാപരമായി KPCC ആണ്, KPCCക്കാണ് അവർ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. ഞാൻ റിപ്പോർട്ട് വായിച്ചിട്ടുണ്ട് ലീഡർഷിപ്പിലുള്ള ഒരാളെന്ന നിലയിൽ. പക്ഷെ ഇന്നിപ്പോൾ ചാനലിൽ വന്നിരിക്കുന്ന പേരുകളും അതൊന്നും ആയിട്ട് പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും റിപ്പോർട്ടിലുള്ളതായിട്ട് എനിക്കറിയില്ല. ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, അത് പരിശോധിക്കാം. വേറൊന്നുമില്ല. പുറവരെ വിടുന്നില്ല പ്രതിപക്ഷം. വാട്ടർ അതോറിറ്റി തിടുക്കപ്പെട്ട അനുമതി കൊടുത്തു. മുഖ്യമന്ത്രിയുടെ അറിവോടെ എക്സൈസ് മന്ത്രിയാണ് അഴിമതി നടത്തിയിരിക്കുന്നത്. 2023 തന്നെ കമ്പനിയെ കേരളത്തിലേക്ക് ക്ഷണിച്ചിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ. എന്താണ് MP രാജേഷ് പറയുന്നതൊക്കെ നുണയോ പച്ചക്കളമോ ആണ് എന്നൊക്കെ പറയുകയാണ് പ്രതിപക്ഷ നേതാവ്. ജോർജ് കുര്യന്റെയും സുരേഷ് ഗോപിയുടെയും പ്രതികരണം അപക്വമാണ്. സുരേഷ് ഗോപിയുടെ കാലഹരണപ്പെടുന്ന നിലപാടാണ് തുടങ്ങിയ ഇന്നലെ കേന്ദ്രമന്ത്രിമാരുടെ പ്രതികരണത്തിന് പ്രതിപക്ഷ നേതാവ് നിലപാട് വ്യക്തമാക്കുകയാണ്.